ആരോരുമില്ലാത്ത 15 വയസ്സുകാരനായ പയ്യന് ഒരു ദിവസം യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു വിചിത്രമായ സ്ഥലത്ത് എത്തുകയാണ്. അവിടുന്ന് ഒരു വിസാർഡ് അവന് നൽകിയ സൂപ്പർ പവർ അവന്റേത് മാത്രമല്ല പലരുടെയും ജീവിതം തന്നെ മാറ്റിമറിച്ചു. ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുള്ളത് 2019 പുറത്തിറങ്ങിയ ഷസാം എന്ന സൂപ്പർ ഹീറോ സിനിമയാണ്. 1974 ഒരു സംഭവം കാണിച്ചുകൊണ്ടാണ് കഥ ആരംഭിക്കുന്നത്. അപ്പോ ഈ പയ്യന്റെ പേരാണ് സിവാന. സിവാനയുടെ അച്ഛനും മൂത്ത സഹോദരനുമായ സിദ്ധും എപ്പോഴും സിവാന എന്ന പയ്യനെ കളിയാക്കും. സിവാനയുടെ കയ്യിൽ ഒരു മാജിക് ബോൾ കാണും. അത് സിദ്ധ് തട്ടിപ്പറിച്ചപ്പോൾ സിവാന ഒച്ച വെച്ചു. അപ്പോൾ അച്ഛൻ സിദ്ധിനെ വഴക്ക് പറഞ്ഞതിന് പകരം സിവാനെ തന്നെ വഴക്ക് പറയുകയാണ്. എന്തിനും ഏതിനും നാണമില്ലാതെ കരയാൻ പാടില്ല, നീ ഏത് പ്രതിസന്ധിയിലും നിൽക്കാൻ പഠിക്കണം, ഇന്നാ പിടി നിന്റെ മാജിക് ബോൾ എന്ന് പറഞ്ഞ് സിവാനക്ക് സഹോദരൻ സിദ്ധ് താൻ തട്ടിയെടുത്ത മാജിക് ബോൾ കൊടുക്കുകയാണ്. അതേപോലെ ഇവൻ ഒരു ആണാണ് എന്ന് എനിക്ക് സംശയമുണ്ട് എന്നും സിദ്ധ് പറയുന്നുണ്ട്. അപ്പോൾ സ്വന്തം അച്ഛൻ വരെ സിവാനയെ കളിയാക്കി പുച്ഛത്തോടെയുള്ള ചിരി ചിരിക്കുന്നുണ്ട്. എന്തായാലും അതിനുശേഷം മാജിക് ബോൾ നോക്കിയ സിവാന അതിൽ കുറെ സിമ്പിൾസ് കാണുകയാണ്. ഫ്രണ്ട് സീറ്റിൽ നോക്കുമ്പോൾ അച്ഛനും സിദ്ധും അവിടെയില്ല. കാർ ആണെങ്കിൽ വളരെ വേഗത്തിൽ പോകുന്നു. സിവാന ഒച്ചത്തിൽ ആരെങ്കിലും എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ്. കാറിന്റെ ഗ്ലാസ് എല്ലാം ഫ്രോസൺ പോലെ ആവുന്നത് കാണാം. ആൻഡ് ഒരു സ്ഥലത്തെത്തിയപ്പോൾ കാർ അവിടെ നിന്നു. സിവാന ഡോർ തുറന്ന് പുറത്തിറങ്ങി. അപ്പോൾ വളരെ വിചിത്രമായ ഒരു സ്ഥലം. അപ്പോൾ ഈ സ്ഥലത്തിന്റെ പേരാണ് റോക്ക് ഓഫ് എറ്റേണിറ്റി. ഇത് മറ്റൊരു ഡയമെൻഷനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ടെമ്പിൾ ആണ്. അപ്പോൾ അവിടുന്ന് ഒരാൾ സിവാനയുടെ പേര് വിളിക്കുന്നത് സിവാന കേട്ടു. അങ്ങോട്ടേക്ക് നടന്നപ്പോൾ ദാ ഇദ്ദേഹത്തെ സിവാന കണ്ടു. താങ്കൾ ആരാണ്? താങ്കൾക്ക് എങ്ങനെയാണ് എന്റെ പേര് അറിയുന്നത്? ഞാൻ കൗൺസിൽ ഓഫ് വിസാർഡിന്റെ അവസാനത്തെ അംഗമാണ്. 7 ഡെഡ്ലി സിൻസിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ കാവൽ നിൽക്കുന്നവൻ. എന്നാൽ എനിക്ക് പ്രായമായി, എന്റെ ശക്തി കുറഞ്ഞു. അതുകൊണ്ട് എനിക്ക് പുതിയ ഒരു ചാമ്പ്യൻ വേണം. എന്റെ ശക്തിയും മാജിക്കും കൈമാറാനായി. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വടി പിടിച്ചിട്ട് അദ്ദേഹം പറയാണ്, ഇത് വെച്ച് എന്റെ എല്ലാ മാജിക്കും ശക്തിയും നിനക്ക് ലഭിക്കും. പക്ഷെ അതിനു മുൻപ് നീ നിന്റെ ഹൃദയം ശുദ്ധിയുള്ളതാണ് എന്ന് തെളിയിക്കണം. എന്നാലേ എനിക്ക് നിന്നെ എന്റെ ചാമ്പ്യനായി തിരഞ്ഞെടുക്കാനാവൂ. അപ്പോൾ അവിടെ 7 സ്റ്റാച്യൂസ് കാണും. അത് ഒന്നും ചലിക്കില്ല, എന്നാൽ സംസാരിക്കും. ആ 7 സ്റ്റാച്യൂസിലാണ് 7 സിൻസ് ഉള്ളത്. അപ്പോൾ ആ സ്റ്റാച്യു പറയാണ്, വിസാർഡ് പറയുന്നത് വിശ്വസിക്കല്ലേ, അവന് നിനക്ക് ശക്തി തരാൻ ആവത്തില്ല. നീ ആ കണ്ണെടുക്ക്, ഇത് എടുത്താല് ഞങ്ങൾക്ക് നിനക്ക് ശക്തി തരാൻ കഴിയും. നീ ശക്തനാവും. നിനക്ക് നിന്റെ അച്ഛനോടും സഹോദരനോടും തെളിയിക്കാം നീ ഒരു ആണാണ് എന്ന്, നീ ശക്തനാണ് എന്ന്. അങ്ങനെ 7 മഹാപാപങ്ങളുടെ വാക്ക് കേട്ട് സിവാന ആ കണ്ണെടുക്കാനായി പോവുകയാണ്. അങ്ങനെ വിസാർഡ് ദേഷ്യത്തിൽ ഒച്ചത്തിൽ പറയണം, ഞാൻ കരുതിയത് നിന്റെ ഹൃദയം പ്യുവർ ആണ് എന്നാണ്, എന്നാൽ നീ ചാമ്പ്യൻ ആവാൻ യോഗ്യനല്ല എന്ന് നീ തന്നെ തെളിയിച്ചു. എന്നിട്ട് അദ്ദേഹം ആ വടി കൊണ്ട് തറയിൽ ഒരു അടി അടിച്ചപ്പോൾ സിവാന വീണ്ടും കാറിലെത്തി. അതായത് ഈ ഡയമെൻഷനിൽ നിന്ന് ശരിക്കുമുള്ള ലോകത്തെത്തി. അങ്ങനെ സിവാന ബഹളം വെക്കുകയാണ്. താൻ കണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് സിവാനക്ക് തിരിച്ച് അതേ ഡയമെൻഷനിലേക്ക് പോകണം, എന്നിട്ട് ചാമ്പ്യൻ ആവണം. അങ്ങനെ ഡോർ തുറക്കാനായി പോവുകയാണ്. എന്നാൽ അച്ഛനും സഹോദരനും സിവാനെ പിടിച്ചു വെച്ചു. അച്ഛന്റെ കാറിന്റെ കൺട്രോളും പോയി. ഭാഗ്യത്തിന് ക്രാഷ് ആയിട്ടില്ല. സിവാന പറയാണ്, ഞാൻ കണ്ടതാ വിസാർഡിനെ, വിസാർഡ് എന്നെ ചാമ്പ്യൻ ആക്കും എന്ന് പറഞ്ഞതാണ്. എന്നാൽ അച്ഛൻ ദേഷ്യത്തിന് സിവാനെ വഴക്ക് പറയാണ്, നീ എങ്ങനെയാണ് എന്റെ മകനായി ജനിച്ചത്? നീ ഇപ്പോൾ ഞങ്ങളെ കൊന്നേനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അവരുടെ കാർ നിന്നത് റോഡിന്റെ നടുക്കായിട്ടാണ്. ആ സമയം ഒരു ട്രക്ക് വന്ന് അവരുടെ കാറിൽ ഇടിക്കുകയാണ്. അച്ഛൻ കാറിൽ നിന്ന് തെറിച്ചു പുറത്തുപോയി. ശേഷം സിദ് സിവാനെ കുറ്റപ്പെടുത്തുകയാണ്, നീയാണ് ഇത് ചെയ്തത്, എല്ലാത്തിനും കാരണക്കാരൻ നീയാണ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ചെറുപ്പം തൊട്ടേ സിവാന എന്ന പയ്യന് അച്ഛനോടും സഹോദരനോടും വെറുപ്പാണ്. ഇവിടെ വിസാർഡ് പറയാണ്, ഞാൻ എന്റെ ചാമ്പ്യനെ കണ്ടെത്തും. അത് എത്ര വർഷം കഴിഞ്ഞാലും സാരമില്ല, യോഗ്യനായ എന്റെ ചാമ്പ്യനെ ഞാൻ കണ്ടെത്തും. ഇവിടെയാണ് ഷസാം എന്ന സിനിമ ആരംഭിക്കുന്നത്. ഇതാണ് നമ്മുടെ കഥാനായകൻ. ആരോരുമില്ലാത്ത 14 വയസ്സുകാരനായ നമ്മുടെ ഹീറോന്റെ പേരാണ് ബില്ലി ബാറ്റ്സൺ. ബില്ലി ഒരു പോൺ ഷോപ്പിൽ നിന്ന് പോലീസിനെ വിളിക്കുകയാണ്, ഇവിടെ ഒരു കള്ളൻ കേറി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവിടെ പോലീസ് വന്നു. 2 ഓഫീസേഴ്സും കള്ളനെ നോക്കാനായി പോൺ ഷോപ്പിന്റെ അകത്ത് കയറിയപ്പോൾ ഹീറോ അവരെ 2 പേരും പുറത്തുനിന്ന് പൂട്ടുകയാണ്. എന്നിട്ട് പോലീസ് കാറിൽ കയറി പോലീസിന്റെ ഡിവൈസ് യൂസ് ചെയ്ത് ബാറ്റ്സൺ എന്ന സെക്കൻഡ് നെയിമുള്ള സ്ത്രീകളുടെ പേര് ഹീറോ നോക്കുകയാണ്. അങ്ങനെ ബാറ്റ്സൺ എന്ന സെക്കൻഡ് നെയിമുള്ള ഒരു സ്ത്രീയുടെ അഡ്രസ് ഹീറോക്ക് കിട്ടി. സോ താൻ കണ്ടുപിടിച്ച അഡ്രസ്സിലേക്ക് ഹീറോ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ഹീറോ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിച്ചാൽ ഇവിടെ ഹീറോ 11 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു സംഭവം ആലോചിക്കുകയാണ്. അതായത് ഹീറോക്ക് 3 വയസ്സുള്ളപ്പോൾ. സോ ഇതാണ് ഹീറോന്റെ അമ്മ. അവിടുന്ന് ഒരു ഗെയിം കളിച്ചപ്പോൾ സമ്മാനമായി കിട്ടിയത് ഡയറക്ഷൻസ് ഒക്കെയുള്ള ഒരു ബോളാണ്. അമ്മ എനിക്കിത് വേണ്ട, എനിക്ക് ആ പുലിക്കുട്ടിയെ വേണം. മോനെ, ഇതാണ് മോന് ലഭിച്ച പ്രൈസ്. ഇത് മോന്റെ കയ്യിലുണ്ടെങ്കിൽ മോന് എന്ത് വന്നാലും വഴി കണ്ടെത്താൻ സാധിക്കും എന്ന് അമ്മ മോനോട് പറയാണ്. അങ്ങനെ അതും നോക്കി അമ്മയുടെ കൈയും പിടിച്ച് നടക്കുമ്പോൾ പെട്ടെന്ന് ആൾക്കൂട്ടത്തിൽ നിന്ന് ആ ബോൾ ഹീറോക്ക് നഷ്ടമാവുകയാണ്. അങ്ങനെ അമ്മയുടെ കൈ വിട്ട്
ഹീറോ അത് അന്വേഷിക്കാനായി പിന്നോട്ടേക്ക് നടന്നു. അങ്ങനെ ബോൾ കണ്ടെത്തിയെങ്കിലും അമ്മയെ നഷ്ടമായി. അവിടുന്ന് പോലീസ് ഹീറോനോട് പറയാണ്, മോന് പേടിക്കേണ്ട, അമ്മ മോനെ അന്വേഷിച്ച് എന്തായാലും വരും. എന്നാൽ ഇത്രയും വർഷമായിട്ടും ഹീറോനെ അന്വേഷിച്ച് തന്റെ അമ്മ വന്നിട്ടില്ല. അന്ന് തൊട്ട് ഹീറോ പല ഓർഫനേജിലൊക്കെയാണ് താമസിക്കുന്നത്. എന്നാൽ ഹീറോ താമസിച്ച എല്ലാ ഓർഫനേജിൽ നിന്നും ഹീറോ ചാടിപ്പോയിട്ടുണ്ട്. എന്നിട്ട് തന്നെ യഥാർത്ഥ അമ്മയെ അന്വേഷിച്ച് ഇറങ്ങും. അങ്ങനെയാണ് ഇവിടെ ബാറ്റ്സൺ എന്ന സെക്കൻഡ് നെയിമുള്ള പേര് നോക്കി ഹീറോ ഈ വീട്ടിൽ തന്റെ അമ്മയെ അന്വേഷിച്ചെത്തിയത്. പക്ഷേ റേച്ചൽ ബാറ്റ്സൺ എന്ന സ്ത്രീ കഥക് തുറന്നപ്പോൾ അത് ഹീറോന്റെ അമ്മയല്ല. അതായത് ഇപ്രാവശ്യവും ഹീറോക്ക് അമ്മയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അവിടെ പോലീസ് എത്തി ഹീറോനെ തിരിച്ച് ഓർഫനേജിലാക്കി. അപ്പൊ ഓർഫനേജ് വാർഡൻ പറയാണ്, നീ നിന്റെ അമ്മയെ കണ്ടെത്താൻ വേണ്ടി ഈ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ നിന്നെ കൂടുതൽ പ്രശ്നത്തിലേക്ക് എത്തിക്കും. നിന്നെ ഇപ്പോൾ അഡോപ്റ്റ് ചെയ്യാൻ ഒരു കപ്പിൾ എത്തിയിട്ടുണ്ട്. നീ അവരുടെ കൂടെ പോകണം. അവർ നിന്നെ നന്നായി നോക്കും. എന്നാൽ എനിക്ക് ആരും വേണ്ട, എനിക്ക് എന്നെ സ്വയം നോക്കാൻ അറിയാം എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ 18 വയസ്സ് കഴിഞ്ഞാൽ മതി എന്ന് വാർഡൻ ഹീറോനോട് പറയാണ്. അപ്പോൾ ഇവരാണ് നമ്മുടെ ഹീറോനെ അഡോപ്റ്റ് ചെയ്തത്. ഇദ്ദേഹത്തിന്റെ പേര് വിക്ടർ എന്നാണ്. വിക്ടറിന്റെ ഭാര്യ റോസ. രണ്ടുപേരും നൈസാണ്. അപ്പോൾ ഇനി മുതൽ ഇവരായിരിക്കും നമ്മുടെ ഹീറോന്റെ അച്ഛനും അമ്മയും. അവരങ്ങനെ ഹീറോനെ കൂട്ടി അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. സ്വന്തമായി മക്കളില്ലാത്ത ഈ ദമ്പതികൾ കുട്ടികളെ അഡോപ്റ്റ് ചെയ്ത് അവരെ വളർത്തിയിട്ടാണ് അവർ രണ്ടുപേരും സന്തോഷിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹീറോ മാത്രമല്ല അവർക്ക് കുട്ടിയായിട്ടുള്ളത് വേറെ 5 പേര് കൂടിയുണ്ട്. അപ്പോൾ യുഗേൻ എന്ന ഈ പയ്യൻ ഭയങ്കര ഒരു ഗെയിമറാണ്. ആള് ഭയങ്കര ടെക്കിയാണ്. ഇതാണ് ഏറ്റവും ഇളയ കുട്ടി. ഈ കുട്ടിയുടെ പേര് ഡാർല എന്നാണ്. ഡാർല എപ്പോഴും സംസാരിച്ചു കൊണ്ടേ നിൽക്കും. ഹീറോനെ കണ്ടപ്പോൾ ചേട്ടാ എന്ന് വിളിച്ച് ഡാർല ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നൊക്കെയുണ്ട്. ഇതാണ് മേരി. മേരിയാണ് കൂട്ടത്തിൽ മൂത്തത്. പുള്ളിക്കാരി സ്കൂൾ കഴിഞ്ഞ് കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. ഇവനാണ് പെഡ്രോ. ആള് ഭയങ്കര സൈലന്റ് ആണ്. ആൻഡ് ഇതാണ് ഫ്രെഡി. നമ്മുടെ ഹീറോന്റെ റൂംമേറ്റ് ഫ്രെഡി ആയിരിക്കും. ഫ്രെഡിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആള് ഡിസേബിൾഡ് ആണ്. അതായത് വടി വെച്ചാണ് ഫ്രെഡി നടക്കുന്നത്. ഫ്രെഡി ഭയങ്കര സൂപ്പർ ഹീറോസിന്റെ ആരാധകനാണ്. അതായത് സൂപ്പർ ഹീറോസിനെ കുറിച്ചും സൂപ്പർ പവേഴ്സിനെ കുറിച്ചും എല്ലാം ഫ്രെഡിക്ക് നന്നായി അറിയാം. അവിടെ ബാറ്റ്മാന്റെ സിമ്പിൾ ഒക്കെ ഫ്രെഡി കളക്ട് ചെയ്തായി കാണാം. ഇത് ഭയങ്കര ഷാർപ്പാണ് എന്നും ഫ്രെഡി ബില്ലിയോട് പറയുന്നുണ്ട്. അതിനുശേഷം ഇത് വില്ലൻ സൂപ്പർമാനെ ഷൂട്ട് ചെയ്ത ഒറിജിനൽ ബുള്ളറ്റ് ആണ് എന്ന് ഫ്രെഡി ബില്ലിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. സോ ഇവിടെ ബില്ലി ഒറ്റയ്ക്ക് ഇരുന്ന് തന്റെ ഡയറി നോക്കുകയാണ്. അതിൽ ഹീറോ അമ്മയെ കണ്ടെത്താനായി പല ബാറ്റ്സൺ എന്ന സെക്കൻഡ് നെയിമുള്ള സ്ത്രീകളുടെ പേരും അഡ്രസ്സും എഴുതിയതായി കാണാം. അതൊക്കെ കട്ട് ചെയ്തിട്ടുമുണ്ട്. അതായത് അതൊന്നും തന്റെ അമ്മയല്ല എന്ന് ഹീറോ കൺഫേം ചെയ്തു. ഇനി ഹീറോ അമ്മയെ അന്വേഷിക്കുന്നത് അവസാനിപ്പിച്ചു. ആ ഡയറി അവിടെ ഡസ്റ്റ്ബിന്നിൽ ഹീറോ കളയുകയാണ്. അപ്പോൾ അടുത്ത ദിവസം ഹീറോ തന്റെ സഹോദരങ്ങളുടെ കൂടെ ആദ്യമായി സ്കൂളിലേക്ക് പോവുകയാണ്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡോക്ടർ ലിൻ എന്ന സ്ത്രീ ക്വാൻ എന്ന ഒരു സ്ത്രീ ഇന്റർവ്യൂ ചെയ്യുന്നത് കാണാം. അതായത് ക്വാൻ എന്ന സ്ത്രീ പെട്ടെന്ന് ഒരു ദിവസം വിസാർഡിന്റെ അടുത്തേക്ക് എത്തിയിരുന്നു. അവിടെ കണ്ട കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരി ഡോക്ടർ ലിനോട് പറയുന്നത്. ഇതേ സംഭവം വേറെയും പലരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു മാസ് ഹൈസ്റ്റീരിയാണ് എന്നൊക്കെ ഡോക്ടർ ലിൻ പറയുന്നുണ്ട്. മാസ് ഹൈസ്റ്റീരിയ എന്ന് വെച്ചാൽ എല്ലാവരും ഒരേ സംഭവം ഒരേപോലെ കാണുന്നു. അത് വെറും ഒരു തോന്നൽ മാത്രമാണ്. സോ ഇദ്ദേഹം ആരാണ് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ട ആ കുട്ടിയാണിത്. അതായത് സിവാന. നിങ്ങൾ എന്തെങ്കിലും സിമ്പിൾസ് കണ്ടിരുന്നോ എന്ന് സിവാന ക്വാനോട് ചോദിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരി അത് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് തൊട്ടു മുൻപ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ പുള്ളിക്കാരിയുടെ അലാം ക്ലോക്കിൽ ചില സിമ്പിൾസ് സിവാന കാണുകയാണ്. സോ ഇവിടെ ഡോക്ടർ ലിന്നു പറയാണ്, സിവാന താങ്കൾ എന്തിനാണ് എപ്പോഴും എന്നെ ഇന്ററപ്റ്റ് ചെയ്യുന്നത്? ഇത് മാസ് ഹൈസ്റ്റീരിയ തന്നെയാണ്. അതായത് ഇത് എല്ലാവർക്കും ഒരേപോലെ തോന്നുന്നതാണ്, അല്ലാതെ ഇത് റിയൽ അല്ല. എന്നാൽ സിവാന പറയാണ് ഇത് റിയൽ ആണ്. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ടും ഞാൻ ഇതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഡോർ കാണും. അതിൽ സിവാന കുറെ സിമ്പിൾസ് എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ ആ സിമ്പിൾസ് കറക്റ്റ് ആയിട്ട് കിട്ടിയാൽ മാത്രമേ സിവാനക്ക് മറ്റൊരു ഡയമെൻഷനിലേക്ക് പോകാൻ സാധിക്കൂ, അഥവാ വിസാർഡിന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കൂ. ഇപ്പോൾ സിവാനക്ക് ആ സ്ത്രീയുടെ അലാം ക്ലോക്കിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള സിമ്പിൾസ് കിട്ടി. വർഷങ്ങളോളമായിട്ടുള്ള കാത്തിരിപ്പാണ്. അങ്ങനെ സിവാന ആ സിമ്പിൾ ആ കഥകിൽ എഴുതുകയാണ്. എന്നാൽ ഡോക്ടർ ലിന് ഇതൊക്കെ മണ്ടത്തരമാണ്, അന്ധവിശ്വാസമാണ്, വെറും തോന്നലുകൾ മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് ആ കഥകിൽ അടിച്ചപ്പോൾ പെട്ടെന്ന് അവിടെ വെളിച്ചം വരികയും ഡോക്ടർ ലിന് ഭസ്മമായി പോവുകയും ചെയ്തു. അതായത് പുള്ളിക്കാരി മരണപ്പെട്ടു. അതിനുശേഷം സിവാന ആ കഥക് തുറന്നപ്പോൾ അത് റോക്ക് ഓഫ് എറ്റേണിറ്റിയിലേക്കുള്ള വഴിയാണ്, അതായത് മറ്റൊരു ഡയമെൻഷൻ. അങ്ങനെ സിവാന വിസാർഡിനെ കാണാനേ ചെന്നു. ഞാൻ വർഷങ്ങളോളമായി ഈ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. താങ്കൾക്ക് എന്നെ ഓർമ്മയുണ്ടോ?
അപ്പോൾ വിസാർഡിന് മനസ്സിലായി ഇത് വർഷങ്ങൾക്ക് മുൻപ് വന്ന ചെറിയ പയ്യനാണ് എന്ന്. എനിക്ക് ചാമ്പ്യൻ ആവണം, അതിനാണ് ഇത്രയും വർഷം ഞാൻ വെയിറ്റ് ചെയ്തത്. എന്നിട്ട് സിവാന ആ കണ്ണെടുക്കാനായി പോവുകയാണ്. എന്നാൽ അത് 7 മഹാപാപങ്ങളുടെ അഥവാ 7 സിൻസിന്റെ കണ്ണാണ്. അത് എടുത്താൽ അവിടെ സ്റ്റാച്യൂസിലുള്ള 7 സിൻസ് സിവാനയുടെ ശരീരത്തിലേക്ക് കയറും. അങ്ങനെ വിസാർഡിന്റെ വാക്ക് കേൾക്കാതെ സിവാന ആ കണ്ണെടുക്കുകയാണ്. അത് സിവാനയുടെ കണ്ണിലേക്ക് കുത്തിക്കേറി. സോ ഇവിടെ സിവാനയുടെ കണ്ണ് മാറിയതായി കാണാം. അതായത് സിവാനക്ക് ഇപ്പോൾ പവർ ലഭിച്ചു. സ്റ്റാച്യൂയിലുള്ള 7 സിൻസും സിവാനയുടെ ശരീരത്തിലേക്ക് കയറുകയാണ്. വിസാർഡ് സിവാനയോട് പറയാണ്, അവർ പറയുന്നത് വിശ്വസിക്കരുത്, അവർ നിന്നെ യൂസ് ചെയ്യുകയാണ്. എന്നാൽ സിവാന വിസാർഡിന്റെ വാക്ക് കേൾക്കാതെ വിസാർഡിനെ തന്നെ അറ്റാക്ക് ചെയ്തു. സോ ഇവിടെ സ്കൂളിൽ നിന്ന് ഫ്രെഡ് ബില്ലിയോട് ചോദിക്കാണ്, നിനക്ക് ഒരു സൂപ്പർ പവർ ലഭിച്ചാൽ അത് എന്താവണം എന്നാണ് നിന്റെ ആഗ്രഹം? അത് പറക്കാനാണോ അതോ ഇൻവിസിബിൾ ആവാനാണോ എന്ന്. എന്നാൽ ബില്ലി ഫ്രെഡിയെ മൈൻഡ് ചെയ്യാതെ പോവുകയാണ്. നീ എന്റെ സൂപ്പർമാൻ ബുള്ളറ്റ് മോഷ്ടിച്ചത് ഞാൻ അറിഞ്ഞു എന്ന് ഫ്രെഡി പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും മോഷ്ടിച്ചിട്ടില്ല എന്നും ബില്ലി പറയുന്നുണ്ട്. ഇവിടെ സ്കൂളിൽ നിന്ന് അവർ പോകുന്ന സമയത്ത് ഒരു ട്രക്കിൽ വന്ന 2 പയ്യന്മാര് ഫ്രെഡിയെ ഇടിച്ചിടുകയാണ്. ഫ്രെഡിയെ ഇടിച്ചതിന് ശേഷം അവന്മാര് രണ്ടുപേരും ഫ്രെഡിയെ തല്ലിയിട്ട് പറയാണ്, ഞങ്ങളുടെ ട്രക്കിന് സ്ക്രാച്ച് വന്നു, നീ കാശ് തരണം. അതിനുശേഷം അവന്മാര് ഫ്രെഡിയുടെ അച്ഛനെയും അമ്മയും ഒക്കെ കളിയാക്കുന്നുമുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ ഫ്രെഡിയുടെ വടിയെടുത്ത് അവന്മാരെ ഇടിച്ചിടുകയാണ്. അവന്മാര് ഇടിച്ചതിന് ശേഷം ഹീറോ പെട്ടെന്ന് അവിടുന്ന് ഓടി. അവന്മാര് പിന്നാലെ ഹീറോനെ പിടികൂടാനായിട്ടും വരുന്നുണ്ട്. എന്നാൽ ഹീറോ പെട്ടെന്ന് ഒരു ട്രെയിനിൽ കയറി ട്രെയിനിന്റെ ഡോർ ക്ലോസ് ആയി. ഹീറോ അവന്മാരിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ ഹീറോ ആ ട്രെയിനിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് ട്രെയിനിൽ ഈ സിമ്പിൾസ് വരുന്നത് കാണാം. അതേപോലെ ട്രെയിനിലെ എല്ലാവരും ഡിസപ്പിയർ ആയി. ട്രെയിനിലെ ഗ്ലാസ് ഒക്കെ ഫ്രോസൺ പോലെയായി. വളരെ വേഗത്തിൽ ട്രെയിൻ പോകുന്നുമുണ്ട്. എന്നാൽ ട്രെയിൻ നിന്നു, കതക് തുറന്നു. ഹീറോ ഇപ്പോൾ എത്തി നിൽക്കുന്നത് റോക്ക് ഓഫ് എറ്റേണിറ്റി അഥവാ വിസാർഡിന്റെ അടുത്താണ്. അങ്ങനെ വിസാർഡ് ബില്ലി ബാറ്റ്സൺ എന്ന് വിളിച്ചപ്പോൾ ബില്ലി കൺഫ്യൂസ്ഡ് ആയി. എങ്ങനെയാണ് അദ്ദേഹത്തിന് തന്റെ പേര് അറിയുക എന്ന് ആലോചിച്ച്. ഈ ലോകം അപകടത്തിലാണ്. കാരണം ഇപ്പോൾ ഭൂമിയിൽ 7 മഹാപാപങ്ങൾ എത്തിയിട്ടുണ്ട്. ഭൂമിയിലെ എല്ലാ മനുഷ്യരെയും കൊല്ലാൻ അതിന് ശേഷിയുണ്ട്. അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ ചാമ്പ്യനെ തിരഞ്ഞെടുക്കണം. ഭൂമിയെ രക്ഷിക്കാൻ ഞാൻ നിന്നെയാണ് തിരഞ്ഞെടുക്കാനായി പോകുന്നത്. എനിക്ക് എന്റെ ചാമ്പ്യൻ ആവാൻ ശുദ്ധ മനസ്സുള്ള ഒരാൾ വേണം. അപ്പോൾ ബില്ലി പറയാണ്, നിങ്ങൾക്ക് ആള് മാറിപ്പോയി, ഞാൻ അത്ര നല്ലവനല്ല, എന്റെ ഹൃദയം ശുദ്ധമൊന്നുമല്ല. വിസാർഡ് പറയാണ്, എന്റെ സഹോദരങ്ങളെ എല്ലാം 7 മഹാപാപങ്ങൾ കൊന്നുകളഞ്ഞു. ഇപ്പോൾ ബാക്കിയുള്ളത് ഞാൻ മാത്രമാണ്. അതുകൊണ്ട് എനിക്കിനി സമയമില്ല. എനിക്ക് എന്റെ മാജിക്കും പവേഴ്സും എത്രയും പെട്ടെന്ന് കൈമാറണം. ഇത് പിടിച്ച് എന്റെ പേര് പറഞ്ഞാൽ എന്റെ ശക്തിയെല്ലാം നിനക്ക് ലഭിക്കും. അങ്ങനെ ഷെസാം എന്ന് പറയാനായി വിസാർഡ് പറയാണ്. ഹീറോക്ക് മടിയുണ്ടെങ്കിലും ഭയന്നുകൊണ്ട് ഹീറോ ആ വടി പിടിച്ച് ഷെസാം എന്ന് പറയുകയാണ്. പെട്ടെന്ന് ഹീറോന്റെ രൂപം തന്നെ മാറി. ഹീറോ വലിയ ഒരു ആളായി. മാത്രമല്ല വിസാർഡ് ശക്തിയെല്ലാം കൈമാറിയതിനു ശേഷം അദ്ദേഹം ഭസ്മമായി പോവുകയാണ്, അഥവാ മരണപ്പെട്ടു പോവുകയാണ്. ഇവിടെ ഹീറോ പെട്ടെന്ന് താൻ ഇരുന്നിട്ടുണ്ടായ ട്രെയിനിൽ തന്നെ എത്തുകയാണ്, സൂപ്പർ ഹീറോ കോസ്റ്റ്യൂമിൽ. എന്നാൽ നമ്മുടെ സൂപ്പർ ഹീറോന്റെ കോസ്റ്റ്യൂം കുറച്ച് ഫണ്ണിയാണ്. ട്രെയിനിൽ നിന്ന് ഒരുത്തൻ ഹീറോനോട് ചോദിക്കാണ്, ഏത് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ നിന്നാണ് നീ വരുന്നത് എന്നൊക്കെ. അങ്ങനെ അവരൊക്കെ കളിയാക്കുകയാണ്. പെട്ടെന്ന് ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടാൻ നോക്കിയപ്പോൾ മുകളിൽ തല ഇടിക്കുന്നുമുണ്ട്. കാരണം ഇപ്പോൾ ആൾക്ക് നല്ല ഹൈറ്റ് ഉണ്ട്. സ്റ്റേഷനിൽ നടന്നു പോകുമ്പോഴും എല്ലാവരും ഹീറോനെ തന്നെ നോക്കുകയാണ്. പലരും കളിയാക്കിക്കൊണ്ടാണ് നോക്കുന്നത്. അവർക്കാർക്കും അറിയത്തില്ലല്ലോ ഇത് വെറുതെ ധരിച്ച കോസ്റ്റ്യൂം അല്ല, ആള് ശരിക്കും സൂപ്പർ ഹീറോ ആണ് എന്ന്. ഇവിടെ ഹീറോന്റെ വീട്ടുകാർ ഭയങ്കര സങ്കടത്തിലാണ്. കാരണം ഹീറോനെ കാണാതായത് കൊണ്ട്. ഓർഫനേജിൽ വിളിച്ചപ്പോൾ അവര് പറയാണ് അവൻ പല തവണ ഇതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഓടിപ്പോയിട്ടുണ്ട് എന്ന്. ഫ്രെഡി അടുക്കളയിൽ നിന്ന് പാത്രം കഴുകുമ്പോൾ പെട്ടെന്ന് അവിടെ പുറത്ത് ബഹളം വെക്കലേ എന്ന് എഴുതിയ പേപ്പർ നമ്മുടെ ഹീറോ വെക്കുകയാണ്. എന്നിട്ട് പറയാണ്, എടാ ഇത് ഞാനാണ് ബില്ലി, എനിക്ക് എന്താണ് പറ്റിയതെന്ന് അറിയില്ല, നീ ആരും കാണാതെ പുറത്തേക്ക് വാ. സോ ഇവിടെ 911 ഡയൽ ചെയ്തിട്ട് ഫ്രെഡി ഹീറോന്റെ അടുത്ത് പോയിട്ട് ചോദിക്കാണ്, നീ ആരാണ് ശരിക്കും? ഞാൻ ഇപ്പോൾ പോലീസിനെ വിളിക്കും. നീ ഞങ്ങളുടെ ബില്ലിയെ എന്താണ് ചെയ്തത്? എടാ ഞാനാണ് ബില്ലി, ഇതാ ഞാൻ നിന്റെ സൂപ്പർമാൻ ബുള്ളറ്റ് മോഷിച്ചിട്ടുണ്ട്. ഞാൻ ബില്ലി തന്നെയാണ്. ഞാൻ ഒരു വിസാർഡിനെ കണ്ടു. അങ്ങേരാണെങ്കിൽ അങ്ങേരുടെ മാജിക് പവേഴ്സ് എല്ലാം എനിക്ക് കൈമാറി. അങ്ങേര് അപ്പോൾ തന്നെ മരണപ്പെട്ടു. എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും മനസ്സിലാവുന്നില്ല. സോ നമ്മൾ ആദ്യം പറഞ്ഞതാണ് ഫ്രെഡി സൂപ്പർ ഹീറോസിന്റെ ഒക്കെ പ്രാന്തനാണ്. സൂപ്പർ ഹീറോസിനെ കുറിച്ചൊക്കെ ഫ്രെഡിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഫ്രെഡി ഹീറോന്റെ നെഞ്ചിലുള്ള ലൈറ്റ്നിങ് ലോഗോന്റെ അടുത്ത് കൈവച്ചപ്പോൾ ഫ്രെഡിക്ക് സൂപ്പർ പവർ ഫീൽ ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം നിനക്ക് എന്തൊക്കെ സൂപ്പർ പവർ ആണ് ലഭിച്ചത് എന്ന് നമ്മൾക്ക് ടെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഹീറോന്റെ സൂപ്പർ പവർ എബിലിറ്റീസ് ടെസ്റ്റ് ചെയ്യാനായി അവര് പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ
പറക്കാനായിട്ടാണ് നോക്കുന്നത്. ഫ്രെഡി വീഡിയോ എടുക്കുന്നുമുണ്ട്. ജസ്റ്റ് നീ മനസ്സിൽ നിനക്ക് പറക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ച് പറന്നാൽ മതി. അപ്പോൾ ഹീറോ കാറിന്റെ മുകളിൽ കയറി പറക്കാനായി ചാടുകയാണ്. എന്നാൽ തലയും കുത്തി വീണു. ദേഷ്യം പിടിച്ച് വെറുതെ കൈ നീട്ടിയപ്പോൾ ദാ കയ്യിൽ നിന്ന് ലൈറ്റ്നിങ് വരുന്നു. അത് കണ്ട് അവര് രണ്ടുപേരും ശരിക്കും എക്സൈറ്റഡ് ആയി. അങ്ങനെ ലൈറ്റ്നിങ് എബിലിറ്റീസ് അവര് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഒരു സ്ത്രീ ബഹളം വെക്കുന്നത് അവർ കേട്ടത്. അങ്ങനെ ഹീറോ അവരുടെ അടുത്തേക്ക് പോകാനായി നോക്കിയപ്പോൾ വളരെ വേഗത്തിൽ ഹീറോ അവിടെ എത്തുകയാണ്. ആ കള്ളനെ അടിച്ച് തെറിപ്പിക്കുകയും ചെയ്തു. ഇത് കണ്ട് ഹീറോക്ക് തന്നെ അത്ഭുതമായി. പ്രായമായ സ്ത്രീകളുടെ ബാഗ് മോഷ്ടിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറയാണ്, എനിക്ക് പ്രായമൊന്നുമില്ല, എനിക്ക് തന്റെ ഒക്കെ അതേ പ്രായമാണ് എന്ന്. എന്നാൽ ടെക്നിക്കലി നമ്മുടെ ഹീറോക്ക് വെറും 14 വയസ്സാണ്. ഹീറോ വീണ്ടും ആ കള്ളനെ ചെറുതായി അടിച്ചപ്പോൾ അവൻ തെറിച്ച് വീണു പോവുകയാണ്. ഇതൊക്കെ കണ്ട് ആ സ്ത്രീക്ക് ശരിക്കും പേടിയായി. പുള്ളിക്കാരി പ്ലീസ് നിങ്ങൾ എന്നെ വെറുതെ വിട്ടേക്കെന്ന് പറഞ്ഞ് കയ്യിലുള്ള പൈസയൊക്കെ ഹീറോക്ക് കൊടുത്തിട്ട് ഓടി പോവുകയാണ്. അങ്ങനെ അവർക്ക് $73 കിട്ടി. അതുമായി അവർ ഒരു സൂപ്പർ മാർക്കറ്റ്സിൽ ചോക്ലേറ്റ്സും ലൈസും ഒക്കെ വാങ്ങാനായി ചെന്നു. ആ സമയമാണ് അവിടെ സൂപ്പർ മാർക്കറ്റിൽ കൊള്ളയടിക്കാനായി രണ്ടുപേരും മാസ്ക് ധരിച്ച് തോക്കൊക്കെ പിടിച്ച് വന്നത്. ഫ്രെഡി പറയാണ്, ഇതാണ് നിന്റെ സമയം, പോയി ഏറ്റുമുട്ടും. അങ്ങനെ ഹീറോ അവന്മാരെ വെല്ലുവിളിച്ചപ്പോൾ അവർ ഒന്നും നോക്കിയിട്ടില്ല, പെട്ടെന്ന് ഹീറോനെ ഷൂട്ട് ചെയ്തു. എന്നാൽ ആ ബുള്ളറ്റ് ദാ അവിടെ നിലത്ത് കിടക്കുന്നു. അതായത് ഹീറോ ബുള്ളറ്റ് പ്രൂഫ് ആണ്. ഫ്രെഡിക്ക് സന്തോഷമായിട്ട് അത് വീഡിയോ എടുത്തിട്ട് കള്ളന്മാരോട് പറയാണ്, പ്ലീസ് നിങ്ങൾ ഒന്നുകൂടി ഷൂട്ട് ചെയ്യ്, എനിക്ക് വീഡിയോ എടുക്കാനാ. അങ്ങനെ അവർ ഒരുപാട് തവണ ഹീറോനെ ഷൂട്ട് ചെയ്തു. ഹീറോക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അതിനുശേഷം ഫ്രെഡി പറയാണ്, ബോഡിയിലല്ല മുഖത്ത് ഷൂട്ട് ചെയ്, മുഖവും ബുള്ളറ്റ് പ്രൂഫ് ആണോ എന്ന് നോക്കാനാ. അവരങ്ങനെ മുഖത്ത് വെടിവെച്ചു. മുഖവും ബുള്ളറ്റ് പ്രൂഫ് ആണ്. അങ്ങനെ ഹീറോ അവന്മാരെ അടിച്ചു പുറത്തിട്ടു. ചുളുവിൽ അവന്മാര് രണ്ടുപേരും അവിടുന്ന് ചീറ്റോസും ഡ്രിങ്ക്സും എടുക്കുകയും ചെയ്തു. ഇവിടെ വീട്ടിൽ നിന്ന് ബില്ലിയെ കാണാതായ റോസ് സങ്കടത്തോടെ ഇരിക്കുമ്പോൾ വിക്ടർ റോസയെ സമാധാനിപ്പിക്കുകയാണ്. ആ സമയം ഫ്രെഡും ബില്ലിയും അനങ്ങാതെ ബഹളം വെക്കാതെ മുകളിലേക്ക് അവരുടെ മുറിയിലേക്ക് പോവുകയാണ്. ബില്ലിയെ ഈ അവസ്ഥയിൽ അവര് കാണാൻ പാടില്ല. എന്നാൽ അവര് നടക്കുമ്പോൾ ശബ്ദമായി അമ്മ ചോദിക്കാണ്, ആരാണ് അത് എന്ന്. അമ്മ, ഇത് ഞാനാണ് ഫ്രെഡി, ഞാൻ ടോയ്ലറ്റിലേക്ക് പോകാൻ ഇറങ്ങിയതാ. ശരി അമ്മേ, ഗുഡ് നൈറ്റ്. അതിനുശേഷം നമ്മുടെ ബില്ലിയും അറിയാതെ ഗുഡ് നൈറ്റ് പറയുകയാണ്. ബില്ലിയുടെ വലിയ ആണുങ്ങളുടെ ശബ്ദമാണല്ലോ. അങ്ങനെ അവര് രണ്ടുപേരും പെട്ടെന്ന് മുറിയിൽ കയറി കഥ കടച്ചു. എന്നാൽ ലൈറ്റ് ഇട്ടപ്പോൾ അവിടെ ഡാർല ഉണ്ട്. ഡാർലയുടെ വായ് പൊത്തിവെച്ചിട്ട് ബില്ലി പറയാണ്, എനിക്കൊരു വിസാർഡ് സൂപ്പർ പവർ തന്നതാണ്. അദ്ദേഹത്തിന്റെ വടി പിടിച്ച് എന്നോട് അദ്ദേഹം ഷെസാം എന്ന് പറയാനായി പറഞ്ഞു. എന്നാൽ ഇവിടെ ഹീറോ ഷെസാം എന്ന വാക്ക് പറഞ്ഞപ്പോൾ ഹീറോ പെട്ടെന്ന് പഴയ രൂപത്തിൽ തന്നെ ആവുകയാണ്. അതായത് അവർക്ക് മനസ്സിലായി ഷെസാം എന്ന വാക്ക് പറഞ്ഞാല് സൂപ്പർ ഹീറോ ആവാൻ സാധിക്കും. സൂപ്പർ ഹീറോ ആയിട്ട് നോർമൽ ആയിട്ട് ആവണമെങ്കിൽ വീണ്ടും ഷെസാം എന്ന് പറഞ്ഞാൽ മതി. ഡാർലയോട് അവര് പ്രോമിസ് ചെയ്യിപ്പിച്ചു, ഇവിടെ കണ്ട കാര്യങ്ങൾ ആരോടും പറയാൻ പാടില്ല എന്ന്. ഡാർല എന്നാൽ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന കുട്ടിയാണ്. എന്നാൽ നീ നല്ലൊരു സിസ്റ്റർ ആണെങ്കിൽ ഒരിക്കലും പറയാൻ പാടില്ല എന്ന് ബില്ലി ഡാർലയെ കൊണ്ട് പ്രോമിസ് ചെയ്യിപ്പിച്ചു. ഇതാണ് സിവാന എന്റർപ്രൈസ് എന്ന കമ്പനി. ഈ കമ്പനിയുടെ ഉടമ നമ്മുടെ സിവാനയുടെ അച്ഛനാണ്. പക്ഷെ ചെറുപ്പം തൊട്ടേ അച്ഛനും സഹോദരനും സിവാനയായിട്ട് തെറ്റിലാണ്. കാരണം നിങ്ങൾ കഥയുടെ തുടക്കത്തിൽ തന്നെ കണ്ടതാണ്. സോ ഇവിടെ 7 മഹാപാപങ്ങൾ ശരീരത്തിൽ കയറി സിവാന അച്ഛന്റെ കമ്പനിയിൽ പോവുകയാണ്. സോ ഇവിടെ അച്ഛനോട് സിവാന ചോദിക്കാണ്, അന്ന് രാത്രി സംഭവിച്ചതിൽ അച്ഛന് ഇപ്പോഴും എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഞാൻ കണ്ടത് സത്യമാണ് എന്ന് നിങ്ങൾ ആരും വിശ്വസിച്ചിട്ടില്ല. സോ ഇവിടെ അച്ഛനാണെങ്കിൽ അന്നത്തെ ആക്സിഡന്റിന് ശേഷം ഒരു കാല് നഷ്ടപ്പെട്ടിരുന്നു. ഇതാണ് സിവാനയുടെ സഹോദരൻ സിദ്. സിദ്ദിനോട് ചെറുപ്പം തൊട്ടേ സിവാനക്ക് വെറുപ്പാണ്. അങ്ങനെ ഡയലോഗ് ഒന്നും പറയാതെ സിവാന സിദ്ദിനെ കഴുത്ത് പിടിച്ച് ബിൽഡിങ്ങിന്റെ താഴെ എറിഞ്ഞു കൊന്നുകളഞ്ഞു. ഇത് കണ്ട് അവിടെ മീറ്റിംഗിനായി ഇരിക്കുന്ന എല്ലാ ബോർഡ് മെമ്പേഴ്സും ശരിക്കും ഭയന്നു. അതിനുശേഷം അച്ഛന് തന്റെ കൂളിംഗ് ഗ്ലാസ് അയച്ചു കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെയുള്ള സീൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സിവാനയുടെ ശരീരത്തിൽ നിന്ന് ഈ മോൺസ്റ്റേഴ്സ് പുറത്തു വന്ന് അവിടെയുള്ള എല്ലാവരും അറ്റാക്ക് ചെയ്യുകയാണ്. അവരുടെ തല കടിച്ചു തിന്നിട്ടും അവരെ ബിൽഡിങ്ങിന്റെ പുറത്തെറിഞ്ഞിട്ടുമൊക്കെ. അങ്ങനെ എല്ലാവരും കൊന്നതിനു ശേഷം സിവാനയുടെ അച്ഛൻ മാത്രമാണ് ബാക്കി. അച്ഛൻ പേടിച്ചു ഭയന്ന് ആരെങ്കിലും എന്നെ രക്ഷിക്കുമെന്ന് പറയാണ്. അച്ഛനോട് സിവാന പറയാണ്, നിങ്ങൾ ചെറുപ്പം തൊട്ട് എന്നോട് പറഞ്ഞത് പണമുണ്ടെങ്കിൽ പവർ ഉണ്ട് എന്നാണ്. എന്നാൽ നിങ്ങൾക്ക് എത്ര പണം ഉണ്ടായാലും കിട്ടാത്ത പവറാണ് എന്റെ കയ്യിലുള്ളത്. ഇപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും ശക്തന് ഞാനാണ്. അപ്പോൾ ഒരു മോൺസ്റ്റർ സിവാനയോട് പറയാണ്, വിസാർഡ് അദ്ദേഹത്തിന്റെ ശക്തിയും മാജിക്കും പുതിയ ചാമ്പ്യന് കൈമാറിയിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് ആ ചാമ്പ്യനെ കണ്ടെത്തി അവനെ ഇല്ലാതെയാക്കണം, അല്ലെങ്കിൽ അവൻ താങ്കളെ നശിപ്പിക്കും. സോ ഇവിടെ സിവാന അവിടുന്ന് പോവുകയാണ്. പോകുന്ന സമയത്ത് എല്ലാ മോൺസ്റ്റേഴ്സും സിവാനയുടെ ശരീരത്തിൽ കയറുന്നുമുണ്ട്. എന്നാൽ സിവാന ഒരു മോൺസ്റ്ററിനോട് അങ്ങനെ ബാക്കി വെക്കേണ്ട, തിന്നു കളഞ്ഞേക്കെന്ന് പറയാണ്. അതായത് സ്വന്തം അച്ഛനെ. അങ്ങനെ ഗ്രീഡ് എന്ന മോൺസ്റ്റർ സിവാനയുടെ അച്ഛനെ കൊല്ലുകയാണ്. ഇവിടെ കോളേജിൽ ഈ 2 ബുള്ളീസ് അവരുടെ ട്രക്കിൽ വന്നു. ഇവന്മാരെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഫ്രെഡിയെ വെറുതെ തല്ലുന്നവന്മാര്. സോ ഇവിടെ ഇവന്മാര് നടന്നുപോയി തിരിഞ്ഞു നോക്കുമ്പോൾ അവർ അവിടെ പാർക്ക് ചെയ്ത അവരുടെ ട്രക്ക് കാണുന്നില്ല. കീ എടുത്ത് പ്രസ് ചെയ്തപ്പോൾ ശബ്ദം കേൾക്കുന്നുണ്ട്. എന്നാൽ വണ്ടി അവിടെ ഇല്ല.
പെട്ടെന്ന് ദാ ആകാശത്തുനിന്ന് വണ്ടി അവിടെ വീണ് തകർന്നു. നമ്മുടെ ഷസാമിന്റെ പണിയാണിത്. അപ്പോൾ ദാ ഫ്രെഡി അവന്മാരുടെ അടുത്ത് വന്നിട്ട് പറയാണ്, ബ്രോ പേടിക്കേണ്ട, ചെറിയ സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ എന്ന്. സോ ഇവിടെ ഫ്രെഡിയും ബില്ലിയും ക്ലാസ് കട്ട് ചെയ്ത് മുങ്ങാനെ നോക്കുകയാണ് സൂപ്പർ ഹീറോന്റെ സൂപ്പർ പവേഴ്സ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. എന്നാൽ അവര് ക്ലാസ് കട്ട് ചെയ്ത് മുങ്ങുമ്പോൾ സെക്യൂരിറ്റി അവരെ പിടിച്ചു. എന്നിട്ട് പറയാണ്, മാതാപിതാക്കൾ വരാതെ നിങ്ങളെ സ്കൂളിൽ നിന്ന് വിടുന്ന പ്രശ്നമില്ല എന്ന്. അപ്പോൾ ബില്ലി പെട്ടെന്ന് അവിടെ തൊട്ടടുത്തുള്ള റൂമിൽ കയറി ഷെസാം എന്ന് പറയാണ്, ജാക്കറ്റും ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഫ്രെഡിയുടെ അച്ഛനായി അഭിനയിച്ച് ഫ്രെഡിയെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ അവരൊരു പഴയ ബിൽഡിംഗിൽ വന്നിട്ടാണ് സൂപ്പർ പവേഴ്സ് ടെസ്റ്റ് ചെയ്യുന്നത്. എല്ലാ സൂപ്പർ പവേഴ്സ് ടെസ്റ്റ് ചെയ്യുമ്പോഴും അതിന്റെയൊക്കെ വീഡിയോസ് ഫ്രെഡി എടുക്കുന്നുമുണ്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ അവർക്ക് കുറെ പണം സമ്പാദിക്കാം, മാത്രമല്ല ഫേമസും ആവും. സോ വിചാരിച്ചതുപോലെ തന്നെ അവരുടെ ചാനൽ പെട്ടെന്ന് തന്നെ വളർന്നു. വീഡിയോസിനൊക്കെ മില്യൺസ് ഓഫ് വ്യൂസും കയറുന്നുണ്ട്. പക്ഷെ സൂപ്പർ ഹീറോക്ക് ഇപ്പോഴും പറ്റാത്ത കാര്യം പറക്കലാണ്. ചാടനാവുന്നുണ്ട്, എന്നാൽ പറക്കാനാവുന്നില്ല. മാളിലെ കൂടിയൊക്കെ നടന്നു പോകുമ്പോൾ എല്ലാവരുടെയും മൊബൈൽ ഫോൺസ് ഒക്കെ കൈ കൊണ്ട് ഇലക്ട്രിസിറ്റി ആക്കി ഫുൾ ചാർജ് ആക്കി കൊടുക്കുന്നൊക്കെയുണ്ട്, വളരെ നിസ്സാരമായിട്ട്. അങ്ങനെ ഈ ചെറിയ പയ്യന്റെ കയ്യിൽ സൂപ്പർ പവർ കിട്ടിയിട്ട് സംഭവം കോമഡി തന്നെ. വെൻഡിങ് മെഷീന്റെ അടുത്തേക്ക് പോയിട്ട് അൺലിമിറ്റഡ് കൊക്കക്കോളയൊക്കെയാണ് കിട്ടുന്നത്. സോ ഇവിടെ സ്കൂളിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നത് നാട്ടിലെ പുതിയ സൂപ്പർ ഹീറോനെ കുറിച്ച് തന്നെയാണ്. സോ ഇവിടെ ആ രണ്ട് ബുള്ളീസ് ഫ്രെഡിയെ ബുള്ളി ചെയ്യുകയാണ്. എന്നെ തൊട്ടാൽ ആ സൂപ്പർ ഹീറോ ചോദിക്കാൻ വരും, അവൻ എന്റെ അടുത്ത ആളാണ് എന്ന് ഫ്രെഡി പറയാണ്. അവര് വിശ്വസിച്ചിട്ടില്ല. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ അവൻ ഇന്ന് ഉച്ചയ്ക്ക് എന്റെ കൂടെ ലഞ്ച് കഴിക്കാൻ വരുമെന്നും ഫ്രെഡി പറയാണ്. അതായത് സ്കൂളിൽ ഉച്ച സമയത്ത് ബില്ലി സൂപ്പർ ഹീറോ ആയിട്ട് ഫ്രെഡിയുടെ കൂടെ ലഞ്ച് കഴിക്കാനായിട്ട് വരണം. പക്ഷെ ബില്ലി ക്ലാസ് കട്ട് ചെയ്ത് പുറത്തുപോയി. ആള് സൂപ്പർ ഹീറോ ആയതുകൊണ്ട് തന്നെ നന്നായി വിലസുകയാണ്, ആൾക്കാരുടെ കൂടെ ഫോട്ടോ എടുത്തിട്ടൊക്കെ. ആ സമയമാണ് സഹോദരി മേരി ഫോണും നോക്കി നടന്നു വരുന്നത് ഹീറോ കണ്ടത്. ഒരു ട്രക്ക് വളരെ വേഗത്തിൽ വരുന്നുമുണ്ട്. അങ്ങനെ ഹീറോ പെട്ടെന്ന് പോയി മേരിയെ രക്ഷപ്പെടുത്തുകയാണ്. മേരി, നീ ഓക്കെ അല്ലേ എന്ന് ഹീറോ ചോദിച്ചു. എങ്ങനെയാണ് എന്റെ പേര് നിങ്ങൾക്ക് അറിയുക? ഹീറോ പെട്ടു. ഹീറോ കള്ളങ്ങളൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കുകയാണ്. അതായത് ഞാൻ സൂപ്പർ ഹീറോ ആണ്, എനിക്ക് എല്ലാ ആൾക്കാരുടെ പേരും മനപ്പാടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇവിടെ സ്കൂളിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഉച്ച സമയത്ത് ലഞ്ച് ടൈമിൽ എല്ലാ കുട്ടികളും നമ്മുടെ ഫ്രെഡിയെ വളഞ്ഞിട്ട് നിൽക്കുകയാണ്. കാരണം ഫ്രെഡി വെല്ലുവിളിച്ചതാണ് ഇന്ന് ഉച്ചയ്ക്ക് എന്റെ കൂടെ ലഞ്ച് കഴിക്കാനായിട്ട് സൂപ്പർ ഹീറോ വരുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സൂപ്പർ ഹീറോനെ വിളിക്കുന്നത് പോലെ ഫ്രെഡി അഭിനയിക്കുകയാണ്. എന്നാൽ ഒരു പെൺകുട്ടി ഫ്രെഡിയുടെ ഫോൺ തട്ടിയെടുത്ത് നോക്കിയപ്പോൾ ഫ്രെഡി ആരെയും വിളിക്കുന്നില്ല. എല്ലാ കുട്ടികളും ഫ്രെഡിയെ കളിയാക്കി ചിരിക്കുകയാണ്. സോ ഇവിടെ നമ്മുടെ സൂപ്പർ ഹീറോ ആണെങ്കിൽ തെരുവിൽ പെർഫോം ചെയ്യുകയാണ്, തന്റെ ലൈറ്റിംഗ് സൂപ്പർ പവേഴ്സ് ഒക്കെ കാണിച്ചിട്ട്. ആൾക്കാർ ഇതിനൊക്കെ പൈസ ഇട്ടു കൊടുക്കുന്നുമുണ്ട്. അങ്ങനെ തനിക്ക് കിട്ടിയ സൂപ്പർ പവേഴ്സ് വെച്ച് ഹീറോ കാശ് സമ്പാദിക്കുകയാണ്. ഈ സമയം അവിടെ ഫ്രെഡി വന്ന് ബില്ലിയെ തെറി പറയാണ്, നീ എന്ത് പരിപാടിയാ കാണിച്ച എന്നൊക്കെ ചോദിച്ചിട്ട്. എടാ, ഞാൻ ഇവിടെ ഷോയിലായി പോയി. എന്നിട്ട് ഹീറോ ലൈറ്റ്നിങ് ചെയ്തപ്പോൾ ആ ലൈറ്റ്നിങ് കൊണ്ടത് പാലത്തിലേക്ക് പോകുന്ന ഒരു ബസ്സിനാണ്. ആ ബസ് പാലത്തിൽ നിന്ന് താഴെ വീഴാനേ പോവുകയാണ്. അങ്ങനെ വീണാൽ ബസ്സിലെ എല്ലാവരും ദാരുണമായി കൊല്ലപ്പെടും. ഹീറോ പെട്ടെന്ന് അവിടത്തേക്ക് പോവുകയാണ്. ഹീറോക്ക് എങ്ങനെയാണ് ആ ബസ് രക്ഷിക്കേണ്ടതെന്ന് അറിയത്തില്ല, ഒരു ഐഡിയയും കിട്ടുന്നില്ല. അത് ആലോചിച്ച് നിൽക്കുമ്പോൾ ബസ് താഴെ വീഴുകയാണ്. എന്നാൽ ഹീറോ ആ ബസ് പിടിച്ചു, ബസ് അവിടെ നിരത്തി വെച്ചു. ആ ബസ്സിലെ എല്ലാവരെയും ഹീറോ രക്ഷപ്പെടുത്തി. സംഭവം ഹീറോ കാരണമാണ് ആക്സിഡന്റ് ആയതെങ്കിലും ഹീറോ തന്നെ അവരെ രക്ഷപ്പെടുത്തി. അങ്ങനെ മീഡിയാസും ന്യൂസ് ചാനൽസ് ഒക്കെ അവിടെ വന്നു. ഇവിടെ ഫ്രെഡി ഹീറോനെ വഴക്ക് പറയുകയാണ്, ബില്ലി, നീ എന്തൊക്കെയാണ് ഈ ചെയ്ത് കൂട്ടുന്നത്? ഒരു സൂപ്പർ ഹീറോ എങ്ങനെയൊന്നുമല്ല പെരുമാറേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഫ്രെഡി വളരെ സങ്കടത്തോടെയും ദേഷ്യത്തോടെയും പോവുകയാണ്. എന്നാൽ ആ സമയം നമ്മുടെ സൂപ്പർ ഹീറോനെ കാണണേ അവിടെ പറന്നെത്തിയത് ആരാണ് എന്ന് നോക്കൂ, വേറെ ആരുമല്ല, നമ്മുടെ സൂപ്പർ വില്ലനായ സിവാന. സോ അദ്ദേഹം ഇവിടെ എന്തിനാണ് വന്നത് എന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? യെസ്, നമ്മുടെ സൂപ്പർ ഹീറോനെ കൊല്ലാൻ വേണ്ടി തന്നെയാണ്. കാരണം അല്ലെങ്കിൽ സൂപ്പർ ഹീറോ ഒരിക്കൽ ഉറപ്പായും സൂപ്പർ വില്ലനെ ഇല്ലാതെയാക്കും. അതിനു മുൻപ് വില്ലന് ഹീറോനെ കൊല്ലണം. സിവാനക്ക് മനസ്സിലായി ഈ സൂപ്പർ ഹീറോ ഒരു ചെറിയ പയ്യനാണ്, അവന് പറക്കാൻ ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന്. അങ്ങനെ വില്ലന് ഹീറോന്റെ കഴുത്ത് പിടിച്ച് ഉയരത്തിലേക്ക് പറക്കുകയാണ്. എന്നിട്ട് താഴെയിട്ടു. ഹീറോ മരണപ്പെടാനായിട്ട് പോവുകയാണ്, കാരണം പറക്കാൻ അറിയത്തില്ല. താഴെ വീണു, എന്നാൽ മരണപ്പെട്ടിട്ടില്ല. ഇവിടെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത് കാണാം. അതായത് ഹീറോ ഇപ്പോൾ പറക്കാനായി പഠിച്ചു. സിവാനക്ക് ദേഷ്യം വന്ന് സിവാന വീണ്ടും ഹീറോനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരികയാണ്. അങ്ങനെ ഫൈറ്റ് ചെയ്ത് അവർ ഒരു മാളിന്റെ അകത്തെത്തി. മാളിന്റെ അകത്തുനിന്ന് വില്ലൻ കാണാതെ ഹീറോ പെട്ടെന്ന് ഷസാം എന്ന് പറഞ്ഞു. അങ്ങനെ ബില്ലിയായി മാറി. വില്ലൻ ആരാണ് ആ പയ്യൻ എന്ന് അന്വേഷിക്കുമ്പോഴാണ് വില്ലൻ ടിവിയിൽ ന്യൂസിൽ ഹീറോനോട് ഫ്രെഡി സംസാരിക്കുന്നത് കണ്ടത്. അതേപോലെ അവിടെ ഫ്രെഡി ബില്ലി എന്ന് വിളിച്ച് ബില്ലിയെ അന്വേഷിക്കുന്നതും വില്ലൻ കണ്ടു.
അങ്ങനെ ഫ്രെഡിയെ പിടിച്ചിട്ട് വില്ലൻ ബില്ലി എവിടെ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ ബില്ലി വീട്ടിലെത്തിയപ്പോൾ മാതാപിതാക്കൾ ബില്ലിയെ വഴക്ക് പറയുകയാണ്. കാരണം ബില്ലി ക്ലാസ് കട്ട് ചെയ്യുന്നതും ക്ലാസ്സിൽ പോകാത്തതൊക്കെ ബില്ലിയുടെ ക്ലാസ് ടീച്ചർ മാതാപിതാക്കളെ വിളിച്ചു പറഞ്ഞു. പിന്നെ ഇവര് 4 പേരും TV കാണുമ്പോൾ അവര് ന്യൂസിൽ ഫ്രെഡ് സൂപ്പർ ഹീറോയോട് സംസാരിക്കുന്നത് കണ്ടു. ബില്ലിയോട് സംസാരിക്കുന്നത് പോലെയാണ് ഫ്രെഡി ആ സൂപ്പർ ഹീറോയോട് സംസാരിക്കുന്നത്. മേരിക്ക് അങ്ങനെ മനസ്സിലായി ബില്ലിയാണ് സൂപ്പർ ഹീറോ എന്ന്. യെസ്, നിങ്ങൾ മനസ്സിലാക്കി കാണണല്ലോ എന്ന് ഡാർല പറയാണ്. പുള്ളിക്കാരി പ്രോമിസ് ബ്രേക്ക് ചെയ്തിട്ടില്ല, അവരായിട്ട് തന്നെ കണ്ടുപിടിച്ചതാണ്. സോ ഇവിടെ അവര് ബില്ലിയെ കാണാൻ ചെന്നു. എന്നിട്ട് നീ ആണല്ലേ ആ സൂപ്പർ ഹീറോ എന്ന് ചോദിച്ചു. നിന്റെ മാതാപിതാക്കൾ ആരാണ് എന്ന് ഞാൻ കണ്ടെത്തി എന്ന് ടെക്കിയ യൂഗൻ പറയാണ്. നിന്റെ അമ്മയുടെ പേര് മെർലിൻ ബാറ്റ്സൺ എന്നാണ്. നിന്റെ അച്ഛൻ 10 വർഷമായിട്ട് ഫ്ലോറിഡ ജയിലിലാണ്. അതേപോലെ ബില്ലിയുടെ ഒറിജിനൽ അമ്മയുടെ അഡ്രസ്സും അവര് ബില്ലിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ബില്ലി പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഓടിപ്പോവുകയാണ് അമ്മയെ കാണാനായിട്ട്. അച്ഛനും അമ്മയും ഇത് കണ്ട് ബില്ലിയുടെ പിന്നാലെ വണ്ടി എടുത്തു പോകുന്നുമുണ്ട്. കുട്ടികളോട് അവര് വീട്ടിൽ തന്നെ നിൽക്കാനേ പറഞ്ഞു. അങ്ങനെ ഇവര് 4 പേരും വീട്ടിൽ നിൽക്കുമ്പോൾ ആരോ ബെല്ലടിച്ചു. അത് ഫ്രെഡിയാണ്. ഫ്രെഡിയുടെ കൂടെ വന്നത് സിവാനയാണ്, ബില്ലിയെ അന്വേഷിച്ചിട്ട്. സോ ഇവിടെ ബില്ലി ആണെങ്കിൽ അമ്മയെ അന്വേഷിച്ചിട്ട് ആ അഡ്രസ്സിലെത്തി കതകിൽ തട്ടി. അപ്പോൾ കതക് തുറന്നത് ബില്ലിയുടെ സ്വന്തം അമ്മ തന്നെയാണ്. പുള്ളിക്കാരിക്ക് ആദ്യം ഇത് തന്റെ മകനാണെന്ന് മനസ്സിലായിട്ടില്ല. എന്നാൽ ബില്ലി പണ്ട് അമ്മ കൊടുത്ത ആ ഡയറക്ഷൻസ് ഉള്ള ബോൾ അമ്മക്ക് കൊടുക്കുകയാണ്. ഇത് ഞാനാണ് അമ്മയുടെ മകൻ. അപ്പോൾ അമ്മ സത്യങ്ങൾ പറയുകയാണ്. അതായത് മകനെ അന്ന് കാണാതായപ്പോൾ അമ്മ മകനെ കണ്ടിരുന്നു. 17 വയസ്സിൽ ഗർഭിണി ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരിയെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കി. ബില്ലിയുടെ അച്ഛനാണെങ്കിൽ ക്രിമിനൽ ചാർജസിൽ ജയിലുമായി. തനിക്ക് എങ്ങനെയും മകനെ നോക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. മകൻ അന്ന് പോലീസിന്റെ കയ്യിലായത് കണ്ടപ്പോൾ അമ്മക്ക് മനസ്സിലായി മകനെ നന്നായി നോക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടാവും, അവന് നന്നായി ജീവിക്കണം. അങ്ങനെയാണ് അമ്മ മകനെ ഉപേക്ഷിച്ചത്. അങ്ങനെ ഈ കഥയൊക്കെ കേട്ട് സങ്കടത്തോടെ ബില്ലി പോവുകയാണ്. ആ സമയമാണ് ഫ്രെഡി ബില്ലിയെ വിളിച്ചത്. അപ്പോൾ അത് ഫ്രെഡി അല്ലായിരുന്നു, സിവാനയാണ്. വീട്ടിലേക്ക് വാടാ, അല്ലെങ്കിൽ നിന്റെ എല്ലാ സഹോദരങ്ങളെയും ഞാൻ കൊന്നുകളയും എന്ന് സിവാന ബില്ലിയെ ഭീഷണിപ്പെടുത്തി. സോ അവിടുന്ന് ഇനി വീട്ടിലേക്ക് എത്താൻ ലേറ്റ് ആവും. അതുകൊണ്ട് ആ ബിൽഡിങ്ങിന്റെ റൂഫ് ടോപ്പിലേക്ക് ബില്ലി ഓടിച്ചെന്നു. എന്നിട്ട് ഷസാം എന്ന് പറഞ്ഞു പറന്ന് തന്നെ വീട്ടിലേക്ക് പോവുകയാണ്. സോ ഇവിടെ സിവാന ഷസാമിനോട് ആവശ്യപ്പെടുന്നത്, വിസാർഡ് എന്തിനാണ് 14 വയസ്സുകാരനായ നിന്നെ ചാമ്പ്യനായി തിരഞ്ഞെടുത്തത് എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ യഥാർത്ഥ ചാമ്പ്യൻ ഞാനാണ്. നീ നിന്റെ പവേഴ്സ് എനിക്ക് തന്നാൽ നിന്റെ സഹോദരങ്ങളെ ഞാൻ വെറുതെ വിടും. അവിടെയുള്ള കഥകിൽ സിവാന ആ സിമ്പിൾസ് വരുത്തിക്കുന്നത് കാണാം. അതായത് ഈ കഥകിലെ ചെന്നാൽ റോക്ക് ഓഫ് എറ്റേണിറ്റിയിലെത്തും, അഥവാ വേറെ ഡയമെൻഷൻ. സോ ഇവിടെ സഹോദരങ്ങളെ രക്ഷിക്കാനായിട്ട് തന്റെ സൂപ്പർ പവേഴ്സ് എല്ലാം സിവാനക്ക് കൈമാറാനായിട്ട് ബില്ലി സമ്മതിച്ചു. എന്നാൽ സഹോദരങ്ങൾ എല്ലാവരും ബില്ലി നീ അത് ചെയ്യരുത് എന്ന് പറയുന്നുമുണ്ട്. പക്ഷെ അത് കേൾക്കാതെ ആ കഥകിലെ കൂടി റോക്ക് ഓഫ് എറ്റേണിറ്റിയിൽ ബില്ലി സിവാനയുടെ ഒപ്പം ചെന്നു. എന്നിട്ട് വിസാർഡിന്റെ വടി എടുത്തിട്ട് സിവാന പറയാണ്, ഇത് പിടിച്ച് ചാമ്പ്യന്റെ പേര് പറ, എന്നാലേ നിന്റെ സൂപ്പർ പവേഴ്സ് എനിക്ക് കിട്ടത്തുള്ളൂ. എന്നാൽ ബില്ലി പറയാതെ നിൽക്കുമ്പോൾ സിവാനയുടെ ശരീരത്തിൽ നിന്ന് 7 സിൻസ് മോൺസ്റ്റേഴ്സ് പുറത്തു വന്നു. അവരും ബില്ലിയെ പേടിപ്പിക്കുകയാണ്. മര്യാദക്ക് വടി പിടിച്ച് ചാമ്പ്യന്റെ പേര് പറ. അപ്പോൾ ദാ സിവാനയുടെ മൊട്ടത്തലയിൽ ബാറ്റ്മാൻ ലോഗോ വന്ന് അറ്റാക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ വിചാരിക്കും ബാറ്റ്മാന്റെ ക്യാമിയോ റോളാണ് എന്ന്. എന്നാൽ അല്ല, അത് ഫ്രെഡിയുടെ ഷാർപ്പായിട്ടുള്ള ബാറ്റ്മാൻ ലോഗോ ആണ്. അതാണ് ഫ്രെഡി സിവാനയുടെ മൊട്ടത്തലയിൽ എറിഞ്ഞത്. സിവാന അങ്ങനെ കുട്ടികളെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ ബില്ലി പിന്നിൽ നിന്ന് സിവാനെ അറ്റാക്ക് ചെയ്ത് വലിച്ചു ദൂരെ എറിഞ്ഞിട്ട് അവരുടെ കൂടെ ഓടി രക്ഷപ്പെടുകയാണ്. എന്നാൽ അവര് തിരിച്ചോടുമ്പോൾ അവർ വന്ന വഴി കാണുന്നില്ല, അഥവാ ആ ഡോർ കാണുന്നില്ല. അവർ ഓടി ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെയാണെങ്കിൽ ഒരുപാട് ഡോർസ്. അതിൽ ഒരു ഡോർ തുറന്നപ്പോൾ അതിന്റെ അകത്ത് 3 ക്രോക്കോഡൈൽസ് ആണ്. അങ്ങനെ ഓരോ ഡോർസും തുറക്കുമ്പോൾ ഓരോ വിചിത്രമായ ജീവികളാണ് അതിന്റെ അകത്തുള്ളത്. ഓക്കെ, ആരും ഇനി ഡോർ തുറക്കേണ്ട. ലാസ്റ്റ് ടൈം ഞാൻ ഇവിടുന്ന് പുറത്തു പോകുമ്പോൾ ഒരു സ്ഥലം വിചാരിച്ചപ്പോൾ അവിടെയാണ് ഞാൻ എത്തിയത്. സോ ഇപ്പോൾ ഞാനൊരു സ്ഥലം വിചാരിക്കും, നമ്മൾ എല്ലാവരും അവിടെ എത്തും. അങ്ങനെ ബില്ലി ഒരു സ്ഥലം മനസ്സിൽ വിചാരിച്ചപ്പോൾ അവര് റോക്ക് ഓഫ് എറ്റേണിറ്റി ടെമ്പിളിൽ നിന്ന് പുറത്ത് യഥാർത്ഥ ലോകത്തിൽ എത്തുകയാണ്. എന്നാൽ അവിടെയും സിവാന അവരുടെ പിന്നാലെ അവരെ അറ്റാക്ക് ചെയ്യാനായി വരികയാണ്. അവർ അങ്ങനെ ഓടിയെത്തിയത് ഒരു കാർണിവൽ നടക്കുന്ന സ്ഥലത്തേക്കാണ്. വർഷങ്ങൾക്ക് മുൻപ് ഇതേ കാർണിവൽ നിന്നാണ് ബില്ലിയെ അമ്മ ഉപേക്ഷിച്ചിട്ട് പോയത്. സോ അവിടത്തേക്ക് സിവാന വന്നിട്ട് പറയാണ്, ബില്ലി നീ എത്ര വലിയ സൂപ്പർ ഹീറോ ആണെങ്കിലും നീ വെറും ഒരു ചെറിയ പേടിത്തൂറിയായ പയ്യനാണ്. നിനക്ക് എന്റെ അടുത്ത് മുട്ടി നിൽക്കാൻ ആവത്തില്ല. നീ ഒളിച്ചു നിൽക്കാതെ മര്യാദക്ക് എന്റെ അടുത്തേക്ക് വരുന്നതാണ് നിനക്ക് നല്ലത്, അല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാവരും ഞാൻ കൊന്നുകളയും. അങ്ങനെ അത് കേട്ട് ആ കാർണിവലിലെ എല്ലാവരും ഭയന്നോടുകയാണ്. അങ്ങനെ ബില്ലി ഷസാം എന്ന് പറഞ്ഞ് സൂപ്പർ ഹീറോ ആയിട്ട് വില്ലനോട് ഏറ്റുമുട്ടാനായി പോവുകയാണ്. അതിനുശേഷം അവര് രണ്ടുപേരും ഫൈറ്റ് ചെയ്യുകയാണ്. ആൻഡ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ സിവാനിയുടെ ശരീരത്തിലെ മോൺസ്റ്റേഴ്സ് ഹീറോന്റെ സഹോദരങ്ങളെ പിടിച്ചു വെച്ചിട്ടാണുള്ളത്. അങ്ങനെ തന്റെ സഹോദരങ്ങളെ രക്ഷിക്കാനായിട്ട് ഫൈനലി സൂപ്പർ ഹീറോ തന്റെ സൂപ്പർ പവേഴ്സ് വില്ലന് നൽകാനായി പോവുകയാണ്, അഥവാ സിവാനെ ചാമ്പ്യൻ ആക്കാനായി പോവുകയാണ്. എന്നാൽ ആ സമയമാണ് പെട്ടെന്ന് ബില്ലി പണ്ട് വിസാർഡ് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തത്. അതായത് വിസാർഡിന്റെ സഹോദരങ്ങളെയൊക്കെ 7 സിൻസ് ആണ് കൊന്നുകളഞ്ഞത്. അപ്പോൾ
ഷസാം സൂപ്പർ ഹീറോസ് ആവാൻ തന്റെ സഹോദരങ്ങൾക്കും കഴിയുമെന്ന് ബില്ലിക്ക് മനസ്സിലായി. വടി പിടിച്ച് സൂപ്പർ പവർ കിട്ടാൻ കാത്തു നിൽക്കുന്ന വില്ലനെ തള്ളിയിട്ട് ആ വടി തന്റെ സഹോദരങ്ങളോട് പിടിക്കാനായി പറയുകയാണ്. എന്നിട്ട് എല്ലാവരോടും എന്റെ പേര് പറയാനായി പറഞ്ഞു. അപ്പോൾ എല്ലാവരും ബില്ലി എന്ന് പറയാണ്. മണ്ടന്മാരെ, ബില്ലിയല്ല, എന്റെ സൂപ്പർ ഹീറോനെയും. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഷസാം എന്ന് പറയാണ്. പിന്നെ നമ്മൾ കാണുന്നത് ബില്ലിയുടെ 5 സഹോദരങ്ങളും ഷസാം സൂപ്പർ ഹീറോസ് ആയതാണ്. അതായത് അവർക്കും സൂപ്പർ പവേഴ്സ് ലഭിച്ചു. ഇനി സിവാനെ പരാജയപ്പെടുത്തണമെങ്കിൽ സിവാനയുടെ കണ്ണിലെ ദ ഐ എന്ന സാധനം എടുക്കണം. അതിലാണ് 7 സിൻസ് ഉള്ളത്. അതിന്റെ പവറാണ് സിവാനക്കുള്ളത്. അങ്ങനെ കഥയുടെ ക്ലൈമാക്സ് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ബില്ലി സിവാനെ പരാജയപ്പെടുത്തി സിവാനയുടെ കണ്ണിലെ ദ ഐ എടുക്കുകയും ചെയ്തു. അതായത് 7 സിൻസിനെ ചാമ്പ്യനായ ബില്ലി ബാറ്റ്സൺ വീണ്ടും സ്റ്റാച്യൂവിൽ പൂട്ടുകയാണ്. അതായത് ആ 7 സിൻസും ഇപ്പോൾ ബില്ലിയുടെ കൈകളിലാണുള്ളത്. അങ്ങനെ കഥയുടെ അവസാനം ജനങ്ങൾ എല്ലാവരും ഈ ഷസാം സൂപ്പർ ഹീറോസിനോട് അവരുടെ ജീവനെ രക്ഷിച്ചതിൽ നന്ദി പറയുകയാണ്. അവസാനം ബില്ലി തന്റെ അച്ഛനോടും അമ്മയോടും പറയാണ്, നിങ്ങളാണ് എന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും. ഞാൻ ഇനി ഒരിക്കലും ഇവിടം വിട്ടു പോകത്തില്ല. അങ്ങനെ വിക്ടറും റോസിയും ഭയങ്കര ഹാപ്പിയായി. അതായത് ആ ഫാമിലി സന്തുഷ്ടരായി. പക്ഷെ ഇവിടെ നമ്മുടെ ബില്ലി ഒരു കടം വീട്ടാൻ ബാക്കിയുണ്ട്. അതായത് ഫ്രെഡിയുടെ കൂടെ ലഞ്ചിന് പോകേണ്ടത്. ഇവിടെ ഫ്രെഡി ബ്രേക്ക് ടൈമിൽ ക്യാൻറ്റീനിൽ പോയപ്പോൾ എല്ലാ കുട്ടികളും ഫ്രെഡിയെ പുച്ഛത്തോടെ നോക്കുകയാണ്. എന്നാൽ അവിടെ ബില്ലി സൂപ്പർ ഹീറോ ആയിട്ട് വന്നു. എന്നിട്ട് ഇവനാണ് എന്നെ ട്രെയിൻ ചെയ്തത്, എല്ലാ ക്രെഡിറ്റും ഫ്രെഡിക്കാണ് എന്നൊക്കെ സൂപ്പർ ഹീറോ പറയാണ്. ഇത് കേട്ട് എല്ലാ കുട്ടികളും ഷോക്കായി. ഫ്രെഡിക്ക് അഭിമാനവും സന്തോഷവുമായി. ബട്ട് ഗൈസ്, ഇന്ന് ഫ്രെഡിയുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഞാൻ മാത്രമല്ല, ഒരാൾ കൂടിയുണ്ട്. അത് ആരാണ്? വേറെ ആരുമല്ല, സൂപ്പർമാൻ. അങ്ങനെ സൂപ്പർമാൻ അവിടെ വരികയാണ്. എല്ലാവരും ശരിക്കും ഷോക്കായി. എവിടെയാണ് കഥ അവസാനിക്കുന്നത്? കഥ അവസാനിച്ചതിന് ശേഷം ഒരു സീന് കൂടി കാണിക്കുന്നുണ്ട്. അത് ഇവിടെ ഒരു സെല്ലിൽ പൂട്ടിലായി തടവിൽ കഴിയുന്ന സിവാനയാണ്. സിവാന ചുമരിൽ സിമ്പിൾസ് ഒക്കെ ഒരുമിച്ച് എഴുതുന്നത് കാണാം. സോ ഇവിടെയാണ് സിനിമ അവസാനിക്കുന്നത്.